പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെ ആരാധകർ സൃഷ്ടിച്ച തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച രേവതിയുടെ കുടുംബത്തിന് 3 കോടി നൽകി നടൻ അല്ലു അർജുൻ. തെലങ്കാന ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനും നിർമ്മാതാവുമായ ദിൽ രാജുവാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അപകടത്തിൽ രേവതിയുടെ കുഞ്ഞിനും ഭർത്താവിനും പരിക്കേറ്റിരുന്നു. 3.2 കോടിയിൽ 1.5 കോടി കുഞ്ഞിനായി ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തു. ഇതിൽ നിന്ന് മാസം 75,000 രൂപ കുടുംബത്തിന് ലഭിക്കുമെന്നും കുഞ്ഞിന്റെ ഭാവിക്കായി 70 ലക്ഷം അധികം നൽകിയിട്ടുണ്ടെന്നും ദിൽ രാജു വെളിപ്പെടുത്തി. 2024 അപകടം ഉണ്ടായത്. കാര്യം പറഞ്ഞാൽ ഒരു കുടുംബത്തിന് നഷ്ടമാണ്. കുടുംബത്തെ സംബന്ധിച്ചോളം നഷ്ടം തന്നെയാണ്. പക്ഷെ എന്നാലും കാശ് കൊടുത്ത് നന്നായ കാര്യമാണ്. ഇത്രയും കുട്ടിയുടെ ഭാവിക്കായിരുന്നു. ദൈവത്തെ ഓർത്ത് ഇപ്പോൾ കരൂരായാലും ശരി, ഇപ്പോൾ തിയേറ്ററിലായാലും ആരാധകർ എപ്പോഴും അല്ലു അർജുൻ എപ്പോഴും അതുപോലെ ഇതുപോലെ പ്രശസ്ത താരങ്ങൾ എപ്പോഴും ഒരാൾ ബലി കൊടുത്തിട്ട് പൈസ മേടിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഇത്ര കാശ് കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിന് അംഗങ്ങളെ ബലി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സിനിമ കണ്ടോ ആരാധകർ കണ്ടോ, ഈ തിരക്കുള്ള സ്ഥലങ്ങളിലും അവർ നിങ്ങളെപ്പോലെ മനുഷ്യരാണ്. അവരിൽ പ്രത്യേകിച്ചത് ഒന്നുമില്ല. കാരണം വിജയിച്ചവരാണ്. അവർ സക്സസ്സിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. എന്ന് വഴി കണ്ടമാനം ഇവർക്ക് വേണ്ടി തന്നെ ജീവിതം വെളിഞ്ഞു വയ്ക്കരുത്. സിനിമ വേറെ, ജീവിതം വേറെ. അതെപ്പോഴും സിനിമ ലൈഫ് വേറെ, ജീവിതം വേറെ. ചിലപ്പോൾ സിനിമാക്കാരന്മാരുടെ ആരാധകനൊക്കെ കാണും. പക്ഷെ അത് അവരുടേതായിട്ടൊരു ലൈഫുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടൊരു ലൈഫുണ്ട്. ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ നോക്കുക. ആരും പറഞ്ഞാൽ അവരെ ആരാധിക്കേണ്ടെന്നും പറയുന്നില്ല. ഇപ്പോൾ ഈ ആൾക്കൂട്ടങ്ങളുള്ള സ്ഥലത്തുകൾ ഈ സിനിമാ നടൻ തന്നെ ഇത്ര ആരാധനയുള്ള സിനിമാ നടനാണ്. ഈ സിനിമാ നടനൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര തിരക്കാവും, ക്രൗഡൊക്കെ ഉണ്ടാവും. അന്നേരം അതിനനുസരിച്ച് ചിലപ്പോൾ അമിതമായ തിരക്കാണെങ്കിൽ നിങ്ങൾ പോകാണ്ടിരിക്കുന്നതാണ് ഒരു പക്ഷേ നല്ലത്. നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. ഒരു പക്ഷേ അത് നല്ലത്. ഈ കൊച്ചുങ്ങളൊക്കെ കൊണ്ടുപോയി കുട്ടികളൊക്കെ കൊണ്ടുപോയി തിരിഞ്ഞെടുക്കാൻ പോലും അറിയില്ല. ഒന്ന് നിലവിളിച്ചാൽ പോലും കേൾക്കാൻ ആൾക്കാരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കരുതി ജീവിക്കുക. പക്ഷേ എന്നാലും അല്ലു അർജുൻ പൈസ കൊടുത്ത് വളരെ നല്ല കാര്യം തന്നെ. ഒരു കുട്ടിയുടെ ഭാവിക്കായിട്ട് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇനിയെങ്കിലും മറ്റുള്ളവരായാലും ഇത് ആവർത്തിക്കാതിരിക്കുക.